ഹായ് ഹലോ, എല്ലാവർക്കും ബബ്ലു രഞ്ജൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊന്ന് പുറത്തു പോകുന്ന ഒരു വീഡിയോ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ബബ്ലുവിനോടും നോറോടും എല്ലാം നീമോനോടും എല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ ആ ഒരു പ്ലേസിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്നൊരു ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്. ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ദേവിയുണ്ട്, ദൃശ്യയുണ്ട്, പിന്നെ ഏട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ഹൈലൈറ്റ് മോളിനോടിൻ്റെ അടുത്തായിട്ട് കുറച്ച് പോകുമ്പോൾ തന്നെ ഹൈലൈറ്റ് മോളിൻ്റെ ആ സൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയായിട്ട് ഒരു കോപ്പർ ഫോളിയ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ബുഫേ അവൈലബിൾ ആണ്. അപ്പോൾ എന്നാൽ ഇന്നും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേവി വെക്കേഷൻ വന്നിരിക്കുന്നതാണ്, ഈ വീക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് ആൾക്കും ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം പഠിത്തവും കാര്യങ്ങളും എല്ലാമാണ്. പിന്നെ ദൃശ്യയ്ക്കാണെങ്കിൽ നാളെ വെക്കേഷനെല്ലാം കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഉച്ചയ്ക്ക് ഈ ഒരു ഹോട്ടലിൽ ചൂസ് ചെയ്തത്. ഒരുപാട് ഹോട്ടൽസിൽ ബുഫേ അവൈലബിൾ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചിലതിലൊക്കെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അപ്പോൾ പോകാത്ത സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും. അപ്പോൾ ഈ ഒരു കോപ്പർ ഫോളിയ എന്ന് പറയുന്ന ഹോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് മോൾ കഴിഞ്ഞ് കുറച്ചും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെയാണ്, ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയയും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. എൻട്രൻസിൽ തന്നെ നല്ല പുൽക്കൂടും ഈ പറയുന്ന പോലെ ഒരു ചെറിയ ഒരു ഫിഷ് ടാങ്കും എല്ലാം ഉണ്ട് കേട്ടോ. ഗ്രീനറി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു പച്ചപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. കൂടാതെ അകത്ത് ഒരു വലിയ പുൽക്കൂടും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദൃശ്യയ്ക്ക് അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം വേണമെന്നാണ് കേട്ടോ അവൾ പറയുന്നത്. അങ്ങനെ അവൾക്ക് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കൊടുത്തു. അപ്പോഴേക്കും ലിഫ്റ്റ് വന്നു. ബുഫേ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അസർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അതിൻ്റെ പുറത്താണെങ്കിലും നല്ലൊരു ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഗ്രീനറി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെ നോക്കിയാലും ഒരു പച്ചപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെയാണെങ്കിലും നല്ല രീതിയിൽ ഗ്രീനറി അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു കിടിലൻ ആംബിയൻസോട് കൂടിയിട്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അങ്ങനെ ചില ആളുകൾ ബുഫേ തന്നെയൊന്നും അല്ല കേട്ടോ എല്ലാവരും ചൂസ് ചെയ്തത്. ചിലവർ വന്നിട്ട് അവിടെ വന്നതിന് ശേഷം അവർക്ക് വേണ്ട ഫുഡ് മാത്രം പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടും കഴിക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ ഇന്ന് ഈ ഒരു ബുഫേ അവിടെ നേരത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ബുഫേ നമ്മൾ ചൂസ് ചെയ്തത്. വെജിറ്റേറിയൻസിന് ചോറ്, സാമ്പാർ, ബീൻസ് തോരൻ, പിന്നെ വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, തോരൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഐറ്റംസിലാണെങ്കിൽ ചിക്കൻ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. അതുകൂടാതെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കപ്പ, മീൻകറി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു, സൂപ്പ്, 2 ടൈപ്പ് സൂപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട്. പിന്നെ അത് കൂടാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീംസ് കേട്ടോ, ഇത് കഴിക്കാനാണ് മെയിനായിട്ട് ദൃശ്യമൊക്കെ പോകുന്നത് തന്നെ. വാനിലയും സ്ട്രോബെറി ഫ്ലേവറും ഉണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ അടപ്രഥമൻ ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ബുഫേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ എല്ലാ ദിവസവും വീഡിയോ ഇടാനുള്ള ആ ഒരു സന്തോഷമൊക്കെ എനിക്കും ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണില്ലെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാനുള്ള ആ ഒരു മനസ്സറിയാലോ. നമ്മളത് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്കത് മുമ്പോട്ട് പോകാനൊരു താല്പര്യം ഉണ്ടാവുക. പിന്നെ പ്രൊഫഷണൽ ഒരു യൂട്യൂബറൊന്നും അല്ല ഞാൻ. പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളും എല്ലാം ഉണ്ടാകും കേട്ടോ. അതെ, ഇതിൻ്റെ ഇടയിൽ അച്ഛനും മോളും കൂടി ഇതേ റീലെടുക്കുന്നുണ്ട്. ഇന്ന് കഴിച്ചതിന് ബുഫേക്ക് ആയത് 2588 രൂപയാണ്. കൂടാതെ തന്നെ അവർക്ക് ന്യൂ ഇയർ ഈവിന് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന ഐറ്റംസ് എന്നാണ് അവർ പറഞ്ഞത്. 1299 രൂപയാണ് പെർ പേഴ്സണ് വരുന്ന റേറ്റ്. ഡ്രിങ്ക്സ് ഒക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 1299 തന്നെ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെയും കുറച്ച് വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.